എന്താ പൊലയന്മാരെ ഒന്നും വരുന്നില്ലല്ലോ, പേടിച്ചു പോയോ? അല്ല അഡ്മിനെ കൊണ്ട് തന്നെ ഡിലീറ്റ് ആക്കിയോ? കമർ ഉലമ കള്ളന്മാരെ, ജമീലാന്റെ കള്ളന്മാരെ, വ്യാജമുടി കള്ളന്മാരെ, ചെരുപ്പ് കള്ളന്മാരെ, ഖമീസ് കള്ളന്മാരെ, പാത്ര കള്ളന്മാരെ, വരി റെക്കോർഡൊക്കെ വാങ്ങല്ലേ. ഇങ്ങനെ വെറുതെ വിടൂല. നിങ്ങളെന്നെ ഡിലീറ്റ് ആക്കിയാൽ ഞമ്മ മനസ്സിലാക്കി പേടിച്ചു എന്ന് കേട്ടോ. പാച്ച കൂതിരങ്ങളെ. എന്നാ ശരി, ഞാൻ വാട്സാപ്പ് നിർത്തുന്ന. നാളെ ഇൻഷാ അല്ലാഹ് വരാം. നിങ്ങൾ വരണം, നിങ്ങളെ വരുത്തും. ഈ ആദർശത്തിൽ ഞാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒന്നാക്കാൻ കഴിയോ ഇല്ലേ ഞാനൊന്ന് നോക്കട്ടെ ട്ടോ. പൊലിയാടിയാക്കാളെ ബാ 489 ബാ. എന്താ പേടിച്ചോ? 129 വരുന്നില്ലല്ലോ. എന്താ പേടിച്ചു പോയോ? പേടിക്കോടെ നിങ്ങൾ പേടിക്കും. നിങ്ങളെ പേടിപ്പിക്കോ? പേടിപ്പിച്ച് ശരിക്കുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ടുവരും. ഈ ലത്തീഫ് സാദി കള്ളന്റെ സീസണ് ഈ ഞാന്. അപ്പൊ എന്നെ കൊണ്ട് കഴിയോ ഇല്ലേ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളോട് ഒന്ന് ദയവ് ചെയ്ത് പറയാം, ഈ അഡ്മിനോട് എന്നെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. കാരണം എന്താ, നിങ്ങളെ പോലത്തെ പൊലയന്മാരെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര രസമാണ്, ടൈം പാസിന്. എന്താ പച്ച പൊലയാടിയാക്കളെ, ഞാൻ അസേരിയാണെങ്കിലും എന്റെ ഉസ്താദ് പഴശ്ശി ലത്തീഫ് സാദി ഇല്ലേ, ആ കള്ളനാ. ആ കള്ളന്റെ അടുത്താണ് ഞാൻ ദർസ് പഠിച്ചത്. ഇന്നേരല്ല അറിയുന്നത് ലത്തീഫ് സാദി വലിയ പച്ച പൊലയാടിന്ന്. അതിന്റെ ശൈഖുനാരാ? AP മൈര്യനാ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ നായിക മക്കളെ പറയാനുള്ള എന്ത് പറഞ്ഞാല്, നിങ്ങളെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മാന്യമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ എന്റെ നാവിലും മാന്യമായിട്ട് വരും. നിങ്ങൾ പറയുന്നത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് സഹിച്ചേ പറ്റൂ. എടാ 489 എടാ മൈരാണ്ടി, നീ എത്ര പഠിച്ചടോ? പാച്ച പോലെയാ. എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കാന്തപുരം ഗ്രൂപ്പ് 9 മക്കളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് എന്നൊക്കെ അങ്ങനെ തോന്നു പറയാന് ട്ടാ. ഇജെന്ന പള്ളിയിലല്ലേ, അമ്പലത്തിലാണോ? പാച്ച പോലെയാടി. 489 എടാ മൈര, നീ കാസർഗോഡല്ല കാഞ്ഞങ്ങാടോ? ശരിക്കും മലയാളം സംസാരിക്കാൻ പഠിക്കേ, എന്നിട്ട് വാ സംസാരിക്കാന് ട്ടോ. ഫസ്റ്റ് അത് പഠിക്കുന്നീ. കൊറേ കാന്തപുരം മൈരന്റെ അല്ല കേട്ടാ പോരാ, കുറച്ച് നല്ലത് കേട്ടിട്ട് എന്നിട്ട് നല്ല പച്ച മലയാളത്തിൽ സംസാരിക്കാൻ പഠിക്കണ പോലെയാടി പാച്ചാറാത്തില. എന്താ ആദർശ കൊണ്ടങ്കേരി നിർത്തിയോ? മതിയായോ? അല്ലടോ, എന്റെ ഉമ്മാന്റെ വയറ്റില പോരെ? 129 ലത്തീഫേ. പിന്നെ എന്തിനാ പൊലയാടി മക്കളെ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് ഉളുപ്പ് 3 അക്ഷരം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് പേടി. നിങ്ങൾ കമറുലുമന്റെ അല്ല, ഓന്റെ ഉമ്മാന്റെ പൂട്ടിലെ ഇതായിരുന്നു ട്ടാ. അങ്ങനെ വിചാരിച്ച പൊലയാടി മക്കളെ, കാന്തപുരവും ആ പാവമുള്ള തങ്ങളുടെ മര്യാദക്ക് കെടുക്കാൻ വിടടോ കബറില്. പൈസ ഒക്കെ നിർത്താനായില്ല. പാച്ച പൊലയാടി മോനെ, നിന്നെയും സംഘത്തിന്റെ ആളെയും കാന്തപുരത്തിനും കുറിച്ചിട്ടാ പറയുന്നത്. പാച്ച പൊലയാടി പൂരി നായിന്റെ മക്കളുടെ ഉമ്മാന്റെ പൂറ്റിലെ മക്കളെ. അതെ 489 കള്ള പൊലയാ. ഈ ഉസ്താദ് ഈ മാറി എന്ന് പറഞ്ഞ എല്ലാരും പെട്ട്. നിന്റെ കള്ളനും AP കള്ളനും പെട്ട്, നീയും പെട്ട് കേട്ടോ. ഈ ഉസ്താദ് മാറി പറയുന്നത് അത് കുറച്ച് മനസ്സിലാക്കി മരബൊട്ട. നീ എന്ത് പഠിച്ചിന് നീയല്ലോ. എടാ പൊലയാടി ബദറോ, നേരിട്ട് ഇതുപോലെ മെസ്സേജ് ടൈപ്പ് ആകണം, ഇതുപോലെ റെക്കോർഡിൽ വാങ്ങി. എന്താ പേടിയായോ? എന്താ AP കള്ളന്മാർക്ക് മാത്രമേ ഉള്ളു വായി അല്ലെങ്കിൽ കൈ എഴുതാനുള്ളത്? എന്താ സമസ്തയിലുള്ള ഇല്ലേ?
അത് പേടിച്ച് വിട്ടാ അത് ചെയ്യാത്ത. അതുകൊണ്ട് പച്ച പൊലയാടി മോനെ നീന് അഡ്മിനോട് ഡിലീറ്റ് ആക്കാൻ പറയണ്ട. അതാ AP കള്ളന്മാരുടെ സ്വഭാവം. അത് ആദ്യം നിർത്ത്. പൊലയാടി കള്ള പൂരിമോ പേടിച്ച് തൂറിയോ? ആദർശം എന്താ ഒന്നും വരാത്തത്? കള്ളന്മാര്